നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 958th day. Today, second sloka of Pratamaskandam, 12th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 958ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. സ്വാമീ ശരണമയ്യപ്പ. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. തസ്യ ജന്മ മഹാബുദ്ധി കർമാണി ച മഹാത്മന നിധനം ച യഥൈവാസീത് സപ്രീത്യ ഗതവാന്യഥ. ഓം തത്സത്. തസ്യ ജന്മ മഹാബുദ്ധി കർമാണി ച മഹാത്മന നിധനം ച യഥൈവാസീത് സപ്രീത്യ ഗതവാന്യഥ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തസ്യ ജന്മ മഹാബുദ്ധി കർമാണി ച മഹാത്മന നിധനം ച യഥേ ആസീത് സ പ്രീത്യഗതവാൻ അന്യഥ. അതായത് തസ്യ അവൻ്റെ ജന്മവും ഉൽപ്പത്തിയും കർമാണി ച കർമ്മങ്ങളും നിധനം ച മരണവും യഥാ എങ്ങനെ ആസീത് ഭവിച്ചു. യഥാ ആസീത് സ അവൻ, അതായത് അവൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവൻ യഥാ ഏതുവിധം പ്രേത്യഗതവാൻ ശരീരത്തെ ഉപേക്ഷിച്ചു. പ്രേത്യഗതവാൻ അഥ അവൻ എപ്രകാരം ശരീരത്തെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഗതവാൻ യഥ. ഓം തത്സത്. അതായത് ആ ജന്മം അപ്രകാരം ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട അവൻ്റെ, അതായത് പരീക്ഷിത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരീക്ഷിത്താണ് പ്രായോപവേശം ചെയ്തിട്ട് ശുഖബ്രഹ്മർഷിയാൽ മഹാഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്രകാരമുള്ള അവൻ പരീക്ഷിത്ത് എപ്രകാരമാണ് ജീവിച്ചത്, എങ്ങനെയാണ് അവൻ്റെ ജന്മം ഉണ്ടായത്, അവൻ്റെ ഉൽപ്പത്തിയും കർമ്മങ്ങളും ജീവിച്ചിരുന്നതും അവൻ്റെ മരണവും ഒക്കെ എങ്ങനെ സംഭവിച്ചു, അതിനെ പറഞ്ഞു തരാൻ വേണ്ടി പറയുകയാണ്. ഭഗവാന്റെ കഥകളൊക്കെ കേട്ടിട്ട് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഈ ഉത്തരയുടെ ഗർഭത്തെ ഭഗവാൻ രക്ഷിച്ചു എന്നാണ്. അപ്രകാരം രക്ഷിച്ച ആ ശിശുവിന് എന്തൊക്കെ സംഭവിച്ചു, അവനെങ്ങനെ ജനിച്ചു, എങ്ങനെ വളർന്നു, എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു, എപ്രകാരമാണ് അവൻ മരിച്ചത്, എല്ലാം പറഞ്ഞു തരിക എന്ന് പറയാൻ വേണ്ടി അത് പറയുകയാണ്. അവൻ എപ്രകാരം മരിച്ചു. അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ തുടർച്ചയാണ്. 3 ശ്ലോകങ്ങളും ശൗനക ആദിയായിട്ടുള്ള മറ്റുള്ള എല്ലാ മഹർഷിമാരും, നൈമിശാരണ്യത്തിലുള്ള മഹർഷിമാരൊക്കെ സൂത പൗരാണികനോട് ഓരോരോ സംശയം വരുമ്പോഴും ചോദിച്ചതിന് മറുപടി, സംവാദം, ഇങ്ങനെ സംവാദം രൂപത്തിലാണ് ശ്രീമദ് മഹാഭാഗവതം ഉള്ളത്. അപ്രകാരം ഭഗവാനോട് അവർ സൂത പൗരാണികനോട് ചോദിക്കുകയാണ്, ഇവൻ എന്ന് പറയുന്നത് എൻ്റെ പരീക്ഷത്തിന് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. തസ്യ ജന്മ മഹാബുദ്ധിമാനായിട്ടും മഹാത്മാവായിട്ടുമുള്ള അദ്ദേഹത്തിന് ഇങ്ങനെ ജന്മമെടുത്ത മഹാബുദ്ധിമാനും
മഹാത്മാവുമായിട്ടുള്ള അദ്ദേഹത്തിന് കർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ ജന്മവും മരണവും ഒക്കെ പറഞ്ഞു തരിക എന്നാണ് പറയുന്നത്. തസ്യ ജന്മ മഹാബുദ്ധി കർമാണി ച മഹാത്മന നിധനം ച യഥൈവാസീത് സപ്രീത്യ ഗതവാന്യത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഗീതാരാജ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.